ചില മീഡിയയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു RSS പറഞ്ഞതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. RSSന് ഇഷ്ടപ്പെട്ടില്ല. ചുമ്മാ അത് പറയുന്ന കള്ളവ. അതായത് മോദി മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു, 12 വർഷമായി. RSSൻ്റെ ഏറ്റവും പ്രാധാന്യം സംഘപരിവാറിൻ്റെ ഉള്ളൊരു മിനിസ്ട്രി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കാരണം അതിനകത്ത് വർക്ക് ചെയ്ത ഒരു മലയാളി, തിരുവല്ലക്കാരൻ, അദ്ദേഹം നായരാണ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിലാണ് ആയിരുന്നു, ജസ്റ്റ് റിട്ടയർ ആയിട്ടേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഈ സംഭവം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. കാരണം ഇദ്ദേഹം ഏകദേശം 33 വർഷം ഈ പറയുന്ന സെൻട്രൽ സെക്രട്ടറി പല സർവീസിൽ ഏറ്റവും കൂടുതൽ വർഷം ജോലി ചെയ്തത് ഈ പറയുന്ന HRDയിൽ, ഈ പറയുന്ന എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ. അയാൾ പറഞ്ഞു എന്ന് മോദി അധികാരത്തിൽ വന്നു അന്ന് മുതൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയെ നശിപ്പിച്ചു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഈ പ്രക്ഷോഭം ആരംഭിച്ച ശേഷം ഗവൺമെൻറ് ആദ്യം എടുത്ത നടപടിയാണ് 47ഓളം NTA സ്റ്റാഫ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അവരെ സാക്ക് ചെയ്തു. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കും എന്താ ഇവരെ പെട്ടെന്ന് സാക്ക് ചെയ്ത്? ഗവൺമെൻറ് എംപ്ലോയീസിനെ സാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവർ ഗവൺമെൻറ്റിൻ്റെ പേറോളിലുള്ള എംപ്ലോയീസ് അല്ല, കോൺട്രാക്റ്റ് രീതിയിൽ കൺസൾട്ടൻ്റ് ആയിട്ടും 2 വർഷം 3 വർഷം 5 വർഷം 10 വർഷം ഏകദേശം 1.5-2 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ആൾക്കാരെ ഈ മിനിസ്ട്രി എടുത്ത ഇത് മുഴുവനും RSSും ബജരംഗളുകാരും BJPക്കാരുമാണ്. അപ്പം ഇത് BJP ഭരിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് ഈ എഡ്യൂക്കേഷൻ മിനിസ്ട്രി. അതുമല്ല, മോദിയുമായിട്ടും അമിത്ഷായുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരാൾ ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്കറിയാം. അയാൾക്ക് 2 മക്കളുണ്ട്, 2 പേരെ അമേരിക്ക വിട്ട് പഠിപ്പിക്കുകയാണ്. ഈ പാവം പിടിച്ച പിള്ളേർ ഇന്ത്യയിലുള്ളവൻ അനുഭവിച്ചോളൂ, RSSകാർക്ക് ഭരിക്കാനങ്ങ് കൊടുത്തു. ഇതാണ് ഉണ്ടായത്. അല്ലാതെ ബാക്കിയുള്ള ഈ പറയുന്നതൊക്കെ പച്ചക്കള്ളവ്. എന്തുകൊണ്ടാണ് ഇവർ നശിപ്പിക്കുന്നത്? ഒരു സയൻറ്റിഫിക് ടെമ്പറുള്ള ഒരു കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ഉണ്ടാവരുത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലും പല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പലയിടത്തും ഇവർ വന്ന ശേഷം പല സീനിയർ ആയിട്ടുള്ള പ്രൊഫസർ, പല അപ്പോയിൻമെൻറ്റ് VCകളൊക്കെ വന്നിട്ടുണ്ട്, വൈസ് ചാൻസലേഴ്സ്. എല്ലാം ഇവരുടെ ചംച്ചകളാണ്. ഈ സോക്കോൾഡ് RSS സംഘപരിവാറിൻ്റെ ആൾക്കാരെ അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ആ യൂണിവേഴ്സിറ്റികൾ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സംഭവമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നെഹ്റുവിയൻ തോട്ട്സിൽ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഗ്ലോബലി അക്സെപ്റ്റഡായി മാറി. അതിനെ ഇവർ പൂർണ്ണമായിട്ട് ഡീറെയിൽ ചെയ്തു. അപ്പം അവരുടെ ആളിനെ കൊണ്ടങ്ങ് ഇരുത്തി. ഇനി നിങ്ങൾക്കറിയാവുന്ന വിഷയമാണ് ഇവരെന്തുവാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. ഈ ഓഫീസർ തന്നെ പറഞ്ഞത്. ആദ്യം മനസ്സിലാക്കുക, ഈ പറയുന്ന ടെമ്പററി ആയിട്ടും കൺസൾട്ടൻ്റായിട്ടും ആൾക്കാർ വന്നിട്ടുണ്ട്, അവരെ ഹയർ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഈ പറയുന്ന ഈ നീറ്റ് എക്സാമിനേഷൻ മറ്റു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ട്, കോട്ടയിൽ, ഡൽഹിയിൽ. നിങ്ങൾക്കറിയാം, ഇതൊരു ഹ്യൂജ് ബിസിനസ്സാണ്, കേരളത്തിലുമുണ്ട്. അപ്പം ഇവരുമായിട്ട് ഈ ടെമ്പററി ആയിട്ട് വന്ന ആൾ ജോലി, ഈ പറഞ്ഞ RSSകാർക്കും BJPക്കാർക്കും ഇവരുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അവർ തന്നെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ. പണ്ട് നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, നല്ല രീതിയിലാണ് ക്വസ്റ്റ്യൻസും പരിപാടികളൊക്കെ. പക്ഷെ അത് ലീക്ക് ഉണ്ടാകാറുണ്ട്. കാരണം ആദ്യം മനസ്സിലാക്കി, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ചെറിയ രീതിയിലൊക്കെ ലീക്ക് ഉണ്ടാകും. എത്ര കടുംപിടുത്തം പിടിച്ചാലും UPSC എക്സാമിനേഷൻ പേപ്പർ പോലും ലീക്കാകാറുണ്ട്. പക്ഷെ ഇതുപോലെ ഉണ്ടാകാറില്ല. അപ്പം കാരണം എന്തുവാ? ഇവർ പക്ക കച്ചവടം നടത്തി. ഇത് ഇപ്പോഴല്ല ഇത് ലീക്കായത്, നേരത്തെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാനും BJP വന്ന സ്ഥിരം കച്ചവടമായത്. ഈ സെൻറ്ററുമായിട്ട് ഈ പറയുന്ന എംപ്ലോയീസുമായിട്ട് ധാരണയായി. അവർ ഈ സാധനം ഈ പല സെൻറ്റേഴ്സിനും ലീക്ക് ചെയ്ത് കൊടുക്കും. മനസ്സിലാക്കുക, ഇത് ഈ ബിസിനസ് എന്ന് പറയുന്നത്, നീറ്റ് എക്സാമിനേഷൻ ആയിട്ടുള്ള ബിസിനസ് ഏകദേശം 26 ലക്ഷം കുട്ടികളാണ് എഴുതുന്നത്, ഏകദേശം 1.5 ലക്ഷം സീറ്റുകളാണുള്ളത്.
ആ 26 ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതുമായി ബന്ധപ്പെട്ട 1.5 ലക്ഷം കോടിയുടെ ബിസിനസ്സാണ് നടക്കുന്നത് ഇന്ത്യ മുഴുവനും, ഇന്ത്യക്ക് പുറത്തും. എന്താ ബിസിനസ്? ഈ കോച്ചിങ് സെൻറ്ററുമായി ബന്ധപ്പെട്ട ബിസിനസ്. ഭയങ്കര കോമ്പറ്റീഷനുമാണ്. അതിനകത്ത് മീഡിയേറ്റേഴ്സായിട്ട് ഈ പറയുന്ന RSSൻ്റെ ആൾക്കാരും ധർമ്മേന്ദ്ര പ്രധാൻ്റെ ആൾക്കാർ കയറി വന്ന് അവരങ്ങ് ഡീൽ ചെയ്തു. അത് ടെലഗ്രാമിൽ ലാസ്റ്റ് ടൈമിൽ അത് ലീക്കായി. എപ്പോഴാണ് ഇത് വലിയ ഇഷ്യൂ ആയി മാറുന്നത്? ബാക്കിയുള്ള കുട്ടികളെ മുഴുവനും കബളിപ്പിക്കുന്നു. ഈ പറയുന്ന എഡ്യൂക്കേഷൻ മിനിസ്ട്രി വന്ന ശേഷമാണ് കേരളത്തിൽ ഡിസ്കസ് ചെയ്യുന്ന PM3 ഉണ്ടായത്. എന്തുവാണ് ഈ PM3 എന്ന് പറയുന്നത്? പക്ക സംഘപരിവാർ അജണ്ടയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. സയൻറ്റിഫിക് ടെമ്പറിൽ കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. അതായത് ഹനുമാനാണ് ആദ്യത്തെ ആസ്ട്രോണമർ. ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പശുവ്, ചാണകം, മൂത്രം, അതിനുവേണ്ടി പ്രത്യേക ബജറ്റും ഡിസ്കഷൻസും റിസർച്ചിന് പണം കൊടുക്കുന്നു. എന്നാൽ നേരെ തിരിച്ച് നിങ്ങൾ ചൈനയെ നോക്ക്, നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ഈ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന, സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ എന്താ പഠിപ്പിക്കുന്നത്? അവരെ പഠിപ്പിക്കുന്ന കോഡിങ്ങാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ കോഡിങ്ങിന് വരും പശു, ചാത്രം, മൂത്രം, ഹനുമാൻ, രാമൻ, സീത. ഇതങ്ങ് സഹിച്ചു ഇവിടുത്തെ മിഡിൽ ക്ലാസ് ആൾക്കാർ. അതിൻ്റെയൊക്കെ പേരിലാണ് ഇഷ്യൂ അങ്ങ് മാറിയത്. ഇതിന് കാരണക്കാരാണ് ഈ RSSൻ്റെ സ്വന്തം ആളാണ് ഇവരൊക്കെ. അവർക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷനെ നശിപ്പിക്കണം. കാരണം അവരുടെ രീതിയിൽ ഇതിനെ കൊണ്ടുപോകണം. അവർക്ക് സയൻസും യഥാർത്ഥ ഹിസ്റ്ററിയും പഠിപ്പിക്കാൻ താല്പര്യമില്ല. തെറ്റായ ഹിസ്റ്ററികളും എന്താണ് സംഘപരിവാറിൻ്റെ കാര്യങ്ങളും പഠിപ്പിക്കുക. അതിന് കുറച്ച് ആൾക്കാരെ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ പുസ്തകങ്ങൾ കൊണ്ടുവരൂ, അത് പഠിപ്പിക്കുക. ഇപ്പം ഇതിനെ നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ലയോ? ഇവിടെ കേരളത്തിലെ VD സതീശൻ, അയാൾ തന്നെ നേതൃത്വം കൊടുക്കണം. PM3 കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം തന്നെ അങ്ങ് നടത്തണം. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയോട് പറയണം. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു പല സ്റ്റേറ്റുകളുണ്ട്, പിന്നെ നോൺ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളുണ്ട്. അവർ ഒരു ദിവസം ജന്തർ മന്ദറിൽ ഇരിക്കുക. PM3 ഈ പറയുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ മാറ്റുക. സംഘപരിവാറിൻ്റെ അജണ്ട നടക്കില്ല. ഉറപ്പായിട്ടും ഇന്നത്തെ സാഹചര്യം ഗവൺമെൻറ് പേടിച്ചിരിക്കുകയാണ്. അവർ ഈ സാധനം, ഈ പറയുന്ന അജണ്ട അവരങ്ങ് മാറ്റും. അതിന് സതീശൻ തയ്യാറാകണം. അത് ഇപ്പോഴാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. കാരണം ഗവൺമെൻറ് പുറകോട്ടങ്ങ് പോയി. എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ വെടി അങ്ങ് തീർന്നു, മോദിയുടെയും വെടി അങ്ങ് തീർന്നു. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതാണ്. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്രയും വർഷമായിട്ടും GDP അനുസരിച്ച് എഡ്യൂക്കേഷൻ്റെ ബജറ്റ് കൂട്ടാത്തത്? ഇന്ത്യയിലെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും BC-മാരെ അപ്പോയിൻ്റ് ചെയ്യുന്നില്ല. കാരണം സംഘപരിവാറിൻ്റെ ആൾക്കാരെ കിട്ടുന്നില്ല. അവരിൽ ഈ എഡ്യൂക്കേറ്റഡ് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ 4ാം ക്ലാസ്സാണ്. ഇതാണ് പല ആൾക്കാരുടെയും പ്രശ്നം. ഇപ്പം എഡ്യൂക്കേറ്റഡ് ക്ലാസ് എന്ന് പറയുന്ന പല ആൾക്കാരും ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ സംഘപരിവാർ അജണ്ടയോട് യോജിക്കുന്നൊന്നുമില്ല. ഹിന്ദുക്കൾ തന്നെയാണ്, സോഫ്റ്റ് ഹിന്ദുത്വമുണ്ട്. പക്ഷേ ഇന്ത്യയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾക്കും ഈ ഹാർഡ് കോർ ഹിന്ദുത്വം ഇഷ്ടമല്ല. അവർക്കറിയാം അത് അവരുടെ ഫ്യൂച്ചറിനെ, അവിടുത്തെ അടുത്ത ജനറേഷനെ നശിപ്പിക്കും. ഇത് വലിയ സത്യമാണ്. ഇപ്പം ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ബോധ്യമായി. ഈ ഗവൺമെൻറ് പറയുന്നത് മുഴുവനും കള്ളമാണ്. മോദിയാണ് ഏറ്റവും വലിയ കള്ളത്തരം പറയുന്ന, തള്ളു പറയുന്നയാൾ. അതാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ. അതിൻ്റെ ഒരു സൃഷ്ടിയാണ്. ഒരു കുട്ടി എക്സാമിനേഷൻ, നീറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിനേഷൻ എഴുതുന്നു. നിങ്ങളതിൻ്റെ കണക്ക് ആലോചിക്കുക. 1700 രൂപ ഫീസ് കൊടുത്തിട്ട് പണം അടച്ചിട്ടാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് SC-യും ST-ക്കും മാത്രം കുറച്ച് അളവുണ്ട്. അപ്പം ഓരോ പ്രാവശ്യം നീറ്റ് എക്സാമിനേഷൻ നടത്തുമ്പം ഈ പറയുന്ന സെൻറ്റേഴ്സ് ഇതെല്ലാം കൂടെ വെച്ച് ഗവൺമെൻറ്റിന് 100-150 കോടി രൂപ ലാഭമാണ്. ഇപ്പം എന്ത് ഇവന്മാർ ചെയ്യുന്നത്? ഈ പറയുന്ന RSSകാർ ചെയ്യുന്നത്, അതായത് ടെമ്പററി ആയിട്ട് RSSൽ നിന്ന് വന്നവർ ഈ പറയുന്നതിൻ്റെ കോൺട്രാക്റ്റ് കൊടുക്കും. സെൻറ്റേഴ്സ്, അവർക്ക് നല്ല സെൻറ്റേഴ്സ് കൊടുക്കാം. അതിന് പറയും ഏറ്റവും മോശമായ സെൻറ്റർ അങ്ങ് കൊടുക്കും. കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്ന വളരെ തുച്ഛമായ പണം, എന്നിട്ട് മറ്റുള്ള പണം അടിച്ചു അങ്ങ് മാറ്റും. കാരണം ശരിക്കുള്ള സെൻറ്റർ ഇപ്പോൾ എക്സാമിനേഷൻ നടത്താൻ, ഒരു ദിവസത്തെ എക്സാമിനേഷൻ നടത്താൻ അതിൻ്റെ ചിലവ്
ആ ടീച്ചേഴ്സിൻ്റെ വാല്യുവേഷൻ എല്ലാം കൂടെ ഏകദേശം 1.5 ലക്ഷമാകും. പക്ഷെ ഒന്നും അറിയാത്ത, ആരും അറിയാത്തൊരു സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അത് 5000-6000 രൂപ കൊടുത്താൽ മതി. ടോയ്ലറ്റ് പോലും ഇല്ലാത്ത സെൻറ്റേഴ്സ്, പെൺകുട്ടികൾ ഉൾപ്പെടെയാണ് വരുന്നത്. ആരും കേൾക്കാത്ത സ്ഥലത്ത് ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഏതെങ്കിലും പോയി ഇത് നടത്തുക, അവിടുന്ന് പണം അടിച്ചു മാറ്റുക, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുക, സെൻറ്റേഴ്സിൻ്റെ പണം അടിച്ചു മാറ്റുക. അതേപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി TCS, ടാറ്റ കൺസൾട്ടൻസി കൊടുത്തതാണ്. അവർ പണം കൂടുതലാണെന്നും പറഞ്ഞ് അവരെയും മാറ്റി. കാരണം അവർ ഒരിക്കലും ടാറ്റ കൈക്കൂലി കൊടുക്കത്തില്ല. അതിൻ്റെ പേരിൽ അവരെ മാറ്റിയിട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് ഹൈദരാബാദിലുള്ള അവർക്ക് കൊടുത്തു. എല്ലാം അഴിമതി നടത്തി. എന്നിട്ട് അത് ലീക്കാകാതിരിക്കുമോ? ഇതാണ് ഉണ്ടായത്. ഇതിനെതിരെയാണ് ഞാൻ ഈ പറയുന്നത്. ഇതെല്ലാം കൂടെ പറഞ്ഞു വന്നപ്പോഴാണ് പറയുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രി, കേരള ഗവൺമെൻറ്റും അവർ ശക്തമായിട്ട് പ്രതികരിക്കണം. അവർ സമരം മറ്റുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളായിട്ടും വിജയമായിട്ടൊക്കെ, അതായത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് ജന്തർ മന്ദിറിലിരിക്കണം. ഇത് പുറകോട്ട് കൊണ്ടുപോകാൻ പറയണം. അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. സാൻസ്കൃത് അല്ല ഇവിടെ പഠിപ്പിക്കുക. ഇവിടെ സയൻസും മറ്റുള്ള കാര്യങ്ങൾ, നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടണം. ആ രീതിയിൽ പോകണം. പശുവിൻ്റെ മൂത്രവും ചാണകവും ഒക്കെ സംഘപരിവാറിന് ആവശ്യമുള്ളവർ പഠിക്കുക. ഹനുമാനെയും കയറി പഠിച്ചോളൂ, രാമനും സീതയും പഠിപ്പിച്ചോളുക. തെറ്റായ ഹിസ്റ്ററി പഠിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനം എടുക്കണം. എതിർത്ത് കഴിഞ്ഞാൽ കാര്യം നടക്കും. അതായത് മോദി വളരെ ഡിഫെൻസീവ് മോഡിലോട്ട് പോയി. ഇതാണ് പറ്റിയ സാഹചര്യം.